ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയെ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. കണ്ടോ നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത്. ഞാൻ ഇതൊക്കെയാണെങ്കിലും ആൾ വളരെ ബുദ്ധിമാനായിരുന്നു. ഞങ്ങൾ അങ്ങയിലെ കറിയാട് മിണ്ടത്തില്ലായിരുന്നു, അവന്റെ വീട്ടിൽ പോകത്തില്ലായിരുന്നു. അവനാണൊരു പരിഹാസിയായിരുന്നു. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുതെന്നാ പറയുന്നത്. ഇതൊക്കെയാണെങ്കിലും ആദ്യനാളൊരു കേവലായിരുന്നേ. എന്ത് നല്ല ഉപദേശം എഴുതിയിരിക്കുന്നേ. ഞാനാണ് ഈ വേദപുസ്തകം കയ്യിൽ നിന്ന് താഴെ വെക്കട്ടു. ദൈവമേ ക്ഷമിക്കണേ. എടാ ജോസേ, ഇങ്ങോട്ട് മാറിക്കടാ. കുറച്ച് ദിവസമായിട്ട് നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുക. നിനക്കറിയാമോ, എന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം ഈ പുസ്തകം. ഇത് നീ കയ്യിൽ നിന്ന് താഴെ അഹങ്കാരം പറയാടാ. നിർത്തടാ. ഞാൻ പറഞ്ഞത് എന്റെ അനുഭവത്തിൽ നിന്നാണ്. എടി കൊച്ചേ കട്ടനായോടി. അമ്മച്ചി എന്ത് അമ്മച്ചി പല്ല് തേക്കുവായിരുന്നു തോന്നുന്നു. ഓ, ഞാനൊന്ന് നോക്കട്ടെ. എന്താ ഞാൻ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാപ്പി കാണത്തില്ലയോ? ഇതേ വെടിക്കുളം അല്ല, എല്ലാവരും അവരോട് കാര്യം നോക്കി കാണും. നീ ഒരു തനി മതാമേ രസമുണ്ട്. എടി ദോശ കൊച്ചേ, നമ്മൾ ഒരുമിച്ചല്ലേ ഇത്രയും കാലം ജീവിച്ചതും കഴിച്ചതും. അതൊരു പ്രത്യേക സുഖമല്ലായിരുന്നോ? ആ സുഖമൊക്കെ അങ്ങ് നാട്ടിൽ. ഇവിടെ തിരക്കാണോ നിന്നോണ്ട് കഴിക്കാൻ ഒക്കത്തില്ല, പിന്നല്ലേ ഇരുന്ന് കഴിക്കുന്നത്. വേണ്ട, കഴിക്കേ വേണ്ട. മോളെ ഇത് ഞാൻ അവിടെ വന്ന് കുടിക്കുമായിരുന്നല്ലോ. ഓ, ഇന്ന് ശനിയാഴ്ചയല്ലേ അമ്മച്ചി? എനിക്ക് ജോലിയില്ലല്ലോ. ശനിയാഴ്ച അല്ലയോ? കുടി. പിന്നെ ഒരു കാര്യം, നാട്ടിലെ പോലെ എല്ലാം എത്ര വേണമെന്ന് വെച്ചാൽ അതൊന്നും നടക്കുകയല്ല. വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഒന്നും കഴിക്കാൻ ഇവിടെ വേദോത്സവം വായിച്ച് ഈ മൂലയ്ക്ക് ഇരുന്നോളാം. അയ്യോ, ഒരു പുണ്യാളച്ചൻ. ഈ പിള്ളേർ ഓഫീസിലോട്ട് പോയി കഴിക്കണം നിങ്ങൾ എന്നോട്. ഇവിടെ നേരം വെളുത്തല്ലോ, ഇത്രയും നേരത്തെ തുടങ്ങിയാലോ? പിന്നെ എനിക്കൊരു കാര്യമുണ്ട്, വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ അതുപോലെ തുറന്നു പറയും. നിങ്ങൾ എന്നോട് ഇന്നലെ പറഞ്ഞതെല്ലാം മറന്നുപോയത്. കാഴ്ചമൊരു കണക്ക് പോയി തോരൻ കുളത്തില്ലേ, നാട്ടിൽ നല്ല കരിയാപ്പിലെ തേങ്ങ ഒക്കെ ചൂടോടെ കൂട്ടാൻ കൂട്ടുന്ന പോലെ ഇവിടെ വല്ലതും പറ്റൂ? ഇതാ രുചി ഇരിക്കുന്നതല്ലേ, ഇതിനൊത്തിരി രുചിയില്ലെന്ന് ഞാൻ എന്ത് ചെയ്യും? ഇനിയൊന്ന് പതുക്കെ പറയടി. രാവിലെ ദൈവത്തെ വിളിക്കാൻ മതി. ഓ, ദൈവത്തെ വിളിച്ചു. പിള്ളേർ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് തുടങ്ങും ഗുസ്തി. അത് കേട്ടില്ല, അവള് നമ്മുടെ വെച്ച്. ഈ കണക്കിന് എനിക്ക് കുറച്ചും കൂടെ പ്രായമായ നീ എന്നെ എടുത്ത് കോട്ടിക്കളയോ? പിന്നെ ഒരു കാര്യം, ഇത് നാടല്ല നിങ്ങളെ പൊടിയും കൊശിയൊക്കെ ഒത്തു കിട്ടാൻ. വേണ്ട, ഞാനൊന്നും കഴിക്കാതെ ഇവിടെ ഉപവാസം. നിങ്ങൾ ഉപവസിക്കുവോ പ്രാർത്ഥിക്കുവോ എന്തോ വേണേലും ചെയ്യും. എനിക്കിവിടെ നല്ല സുഖമായിട്ടാ തോന്നുന്നത്.
തീയുതണ്ട, കരിയില്ല, പുകയില്ല, പരമസുഖം. ചുമ്മാ ഞാൻ കഴിച്ച പോരായോ? ജോസ് ഇവിടെ പോയി. ഇന്ന് അച്ഛൻ വരുന്ന ദിവസമല്ലേ, അവൻ സാധനം മേടിക്കാൻ പോയേക്കുവാ. വേറെ രണ്ടുപേരും കൂടെ കാണുന്നുണ്ടോ? അതാരാ? നമ്മുടെ പള്ളിക്കാരാ, പുതിയ പുള്ളികളാണ്. എടി ദോശയൊക്കെ ചെയ്യും. നീ ഇത്രയും അങ്ങ് ചൂടായ ഞാൻ എന്തോ ചെയ്യുമടി? 25 വർഷം അച്ഛൻ പറഞ്ഞു മറന്നു. അവൾ വിശന്നിരുന്നാലും ആഹാരം കൊടുക്കണം. അത് മാത്രം നടത്തില്ല. എനിക്ക് വിശന്ന ഞാൻ വല്ലതും എടുത്ത് കഴിയും. നിങ്ങൾക്ക് വേണം നിങ്ങളും എടുത്ത് കഴിച്ചോ. അമേരിക്കയിലെ കാറ്റ് വല്ലാതെ ഈ കാറ്റെന്നെ തട്ടിയിട്ട് പോകുമോ വേണ്ടാത്തൊന്നും പറയരുത് കേട്ടോ. ഈ ദോശാണ് ഏത് തറവാട്ടിലൊന്നും ഉള്ള നിങ്ങൾക്ക് അറിയാലോ. ഒരു വഴിക്ക് തോമാച്ചന്റെ മോളായില്ല. എന്നെ കൊണ്ട് വേണ്ടാത്തൊന്നും പറയത്തില്ല കേട്ടോ. മോനെ സാധനം എല്ലാം കിട്ടിയോട്ടോ? ഞാൻ സാധാരണ മത്തി മേടിക്കുന്നില്ല. ഇന്ന് നല്ല കുറെ മത്തി മേടിച്ചില്ല. നല്ലതായുള്ള കാര്യമാണ്. കുറെ ചക്കയും പരത്തി അച്ഛനൊക്കെ വരുമ്പോ കൊടുക്കാമല്ലോ. നല്ല പുളിയിട്ട് കറി വെക്കും. ചുമ്മാ ഇരുന്നു, അതൊക്കെ ഞങ്ങളുടെ കാര്യം. ഞാനൊന്നും പറഞ്ഞില്ല എന്റെ പൊന്നേ. അയ്യോ അല്ലേ, നല്ല കളിയെ. പെണ്ണുങ്ങളായാലും പെണ്ണുങ്ങൾ നോക്കാം. ഓ, അമേരിക്കയിലെ കാറ്റ് വല്ലാതെ അടിച്ചിടുന്നു. എടാ മോനെ, നാട്ടിൽ വെച്ച് ഒരു വാക്ക് എതിര് പറയാത്തോളെ. ഇപ്പൊ എനിക്ക് എന്തൊക്കെ പറ്റുന്ന നിങ്ങൾ പറഞ്ഞു? അപ്പച്ചനൊന്നും തമാശ പറയില്ല. അപ്പച്ചനൊന്ന് നിൽക്കാൻ പറയുമല്ലോ. വേണ്ട വേണ്ട, എന്നെയാണ് ആരും പേളക്കട്ടെ. വാനമേ ഗഗനമേ വ്യോമമേ സുരസിദ്ധസ്ഥാനമേ വികായസേ നമസ്തേ നമസ്കാരം. എന്റെ പൊന്നെ, എന്നോടൊന്ന് ക്ഷമിക്ക്. അപ്പച്ചൻ പണ്ടത്തെ പാട്ടൊന്നും മറന്നിട്ടില്ലല്ലോ. അമ്മേ തേങ്ങ ചാനാട്ടെ, മത്തി പഴുത്തുമോ? ഓ ശരിയാ, 10 പൈസ ഒന്നിനും പോകട്ടെ. അപ്പച്ചനോടല്ല അമ്മയൊക്കെ ഫ്രണ്ട്സാണ്. അപ്പച്ചന്റെ ഇഷ്ടങ്ങളൊന്നും നടക്കുന്നില്ല, അതുകൊണ്ടാണ്. ഞാൻ അതിശയിച്ചു പോയി. നാട്ടിൽ വെച്ച് എന്നോട് ഒരു വാക്ക് എതിർ പറയാത്തവള് ഇവിടെ വന്നിട്ട് എന്ത് പെട്ടെന്നാണ് മാറി. ഈ അമേരിക്കയിലെ കാറ്റ് വല്ല കാരണം ഈ അമേരിക്കയിൽ 90% വിവാഹങ്ങളും തല്ലിപ്പിരികയാണെന്ന അച്ഛൻ കഴിഞ്ഞ ദിവസം സംഗതി പറഞ്ഞത്. ദൈവമേ, ഈ കാറ്റ് വല്ലാത്തതാണേ. അപ്പച്ച ആ, എടാ മോനെ, നീ എത്രയും പെട്ടെന്ന് അപ്പച്ചന് ടിക്കറ്റ് എടുത്തതാടാ. അപ്പച്ചൻ നാട്ടിൽ പോയി ചാവല്ലടാ നല്ലത്. അപ്പച്ചൻ ഒരു കാര്യം, ഇവിടെ ഇരുന്ന് വായിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ ചെന്ന് ഒന്ന് ബീഫ്